بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله وصفيه اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രാർത്ഥന വാദവും വിവാദവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കേണ്ടത്. ഇസ്ലാമിൻ്റെ ആദ്യ കാലം മുതൽ നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ നിരാക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന, ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ എന്ന ആചാരം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാത്മാക്കളെ, ആ മഹാത്മാക്കളെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും സഹായം ചോദിക്കുക എന്നു പറയുന്ന ഈ പരിപാടി, അറബിയിൽ അതിന് ഇസ്തിഗാസ എന്നു പറയും. ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത ഒരു സംരംഭമാണത് എന്നത് അധികം ചിന്തിക്കാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ലോകത്ത് കഴിഞ്ഞുപോയ ഇസ്ലാമിക പണ്ഡിതരിൽ ഏതെങ്കിലും ഒരു വ്യക്തി 14 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ഇസ്ലാമിക ആശയത്തിൽ ഏതെങ്കിലും അംഗീകൃത പണ്ഡിതരിൽ ഒരാൾ അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുന്ന കർമ്മം, അതിന് ഇസ്തിഗാസ എന്ന് അറബിയിൽ, മലയാളത്തിൽ സഹായാർത്ഥന അല്ലെങ്കിൽ അപേക്ഷ എന്തു പറഞ്ഞാലും നാം ചെയ്യുന്ന ഈ കർമ്മം അത് വിലക്കപ്പെട്ടതാണെന്നോ, അത് ചെയ്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നോ, അവൻ മുശ്രിക്കാകുമെന്നോ കാഫിറാകുമെന്നോ ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരു പണ്ഡിതനും പറഞ്ഞതായി നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഒരൊറ്റ വിദഗ്ധകൾക്കും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിക ലോകത്ത് എന്നും കറുത്ത അധ്യായങ്ങൾ മാത്രം സംഭാവന ചെയ്ത ഇബ്നു തൈമിയ്യയും ശിങ്കിടികളും പറഞ്ഞതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതർ ഒരാളും ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, മുസ്ലിം ലോകത്ത് സുസമ്മതമായ ഈ യാഥാർത്ഥ്യത്തെ ഇല്ലായ്മ ചെയ്യാനും ഈ യാഥാർത്ഥ്യത്തെ തമസ്കരിക്കുവാനും നിരാകരിക്കുവാനുമായി നമ്മുടെ രാജ്യത്തുള്ള ബിദഈകൾ, വഹാബികളാവട്ടെ, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, പേരെന്തു പറഞ്ഞാലും നമ്മുടെ രാജ്യത്തുള്ള ബിദ്അത്തുകാർ അവർ ഒപ്പിച്ച ഒരു വേലയാണ് നാം ചെയ്യുന്ന ഇസ്തിഗാസ എന്ന കർമ്മത്തിന് പ്രാർത്ഥന എന്ന പേരിട്ട് അതിനെ ശിർക്ക് വൽക്കരിക്കാൻ നടത്തുന്ന തീവ്രയത്ന പരിപാടി എന്ന കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കണം. നാം ചെയ്യുന്ന ഇസ്തിഗാസക്ക് പ്രാർത്ഥന എന്ന പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് മുസ്ലിമീങ്ങൾ, സുന്നികളാകുന്ന മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാണെങ്കിലോ അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥനയാണെങ്കിൽ അത് ആരാധനയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സുന്നികളൊക്കെ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്നു. അതുകൊണ്ട് അവർ ശിർക്ക് ചെയ്തവരാകുന്നു.
അവർ മുശ്രിക്കുകളാകുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദുകളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കണ്ടുപിടുത്തം എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഈ വിഷയ സംബന്ധിയായി പ്രമാണങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് ഇസ്തിഗാസ വിശകലനം ചെയ്യൽ എൻ്റെ ലക്ഷ്യമല്ല. പണ്ഡിത ലോകത്ത്, ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത ഒരു ആചാരമാണ് മഹാത്മാക്കളെ വിളിച്ച് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കലും റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് ശഫാഅത്ത് തവസ്സുൽ ചെയ്യലും തങ്ങളോട് ശഫാഅത്ത് ചോദിക്കലും ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണെന്ന് പണ്ഡിതന്മാര് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മുമ്പിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഈ തർക്കമില്ലാത്ത വിഷയത്തിൽ, ഈ തർക്കമില്ലാത്ത ആചാരം മുസ്ലിമീങ്ങൾ അനുവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സഹോദരന്മാരെ ഇത് ശിർക്കാണെന്നും വിശുദ്ധ ഖുർആനിന് വിരുദ്ധമാണെന്നും ഇത് ചെയ്യുന്നവൻ കാഫിറാകുമെന്നുമുള്ള ഒരു പുതിയ വാദം മുസ്ലിങ്ങൾ എന്ന പേരിലുള്ള ചില ആളുകൾ രംഗത്തു കൊണ്ടുവരുന്നത്. അതിനവർ ഉപയോഗിച്ച ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചെയ്യുന്ന കർമ്മം അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണെങ്കിലോ അത് ആരാധനയുമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്തവർക്ക് ആനവരാണ് സുന്നികൾ എന്ന ഈ വിഡ്ഢിത്തവും അവരുടെ ഈ മുടന്ത ന്യായവും അവരെ അംഗീകരിക്കുന്ന അനുയായികളിലൂടെ പുതിയ തലമുറയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് സംബന്ധമായിട്ടുള്ള ഒരു വിശകലനമാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. സഹോദരന്മാരെ, മലയാളത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസ അത് പ്രാർത്ഥനയാണോ അല്ലേ? അത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നുണ്ടോ ഇല്ലേ? എപ്പോഴാണ് അത് ആരാധനയാവുന്നത് എന്നിത്യാദി കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പഠിക്കൽ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് ഞാൻ വളരെ വിശദീകരിച്ചുകൊണ്ട് തന്നെ ആ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കാറുള്ളതും പ്രയോഗിക്കാറുള്ളതും അള്ളാഹുവിനോട് നടത്തുന്ന ദുആഇനെ കുറിച്ചാണ്, അപേക്ഷയെ കുറിച്ചാണ്, തേട്ടത്തെ കുറിച്ചാണ്, അല്ലേ? നമുക്കറിയാം, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ. ഏത് പരിപാടിയാണെങ്കിലും, സുന്നികളുടെ പരിപാടിയാണെങ്കിൽ നമ്മൾ തുടങ്ങുമ്പോൾ പരിപാടി ആരംഭിക്കുന്നു, പ്രാർത്ഥന തുടങ്ങുന്നു, അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങുകയാണ്. അതിൽ നമ്മൾ പറയുന്നത് റബ്ബനാ ഇലാഹനാ അല്ലാഹുമ്മ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനോടാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത്. ഏത് കാര്യമാണെങ്കിലും അങ്ങനെ. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ റബ്ബനാ. ഇങ്ങനെ സാധാരണഗതിയിൽ അള്ളാഹുവിനോട് നാം നടത്തുന്ന ആ തേട്ടത്തിനാണ്, ദുആഇനാണ് മലയാളത്തിൽ പ്രാർത്ഥന എന്ന് നമ്മൾ പറയാറുള്ളത്. ഇതിലാർക്കും തർക്കമില്ല. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് സഹായം ചോദിച്ചു വരുന്ന ആള്, ഖുതുബിയത്ത് കഴിഞ്ഞ് വരുന്ന ആൾ, അതിനെക്കുറിച്ച് അവൻ പറയാറില്ല ഞാൻ മുഹയ്യദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിച്ചു എന്ന് സാധാരണഗതിയിൽ പറയാറില്ല. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നവർ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. വിശ്വാസി ലക്ഷങ്ങൾ മുഴുക്കയും അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നവരാണ്. ഇതിനെക്കുറിച്ച് സാധാരണഗതിയിൽ നമ്മൾ ആരും പറയാറില്ല റസൂലിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, റസൂലിനോട് പ്രാർത്ഥിച്ചു എന്ന് സാധാരണഗതിയിൽ ആരും പറയാറില്ല. ഇല്ല, അത് ഉണ്ട് എന്ന് ആര് പറഞ്ഞിട്ടും കാര്യമില്ല. അത് സുന്നികളെ കുറിച്ച് പറയുന്ന ആരോപണമാണ്. അതേ അവസരത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാം ചെയ്യുന്ന ഇസ്തിഗാസ അള്ളാഹുവിന്റെ റസൂൽ ഉൾപ്പെടെയുള്ള മഹാത്മാക്കളോട് നടത്തുന്ന സഹായ തേട്ടം, ആ തേട്ടത്തിന് പ്രാർത്ഥന എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയുമില്ല.
ചില ആളുകൾ നമ്മുടെ നാട്ടിലുള്ള ബിദ്അത്തുകാർ, മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും പ്രധാനമായും മനസ്സിലാക്കിയിട്ടുള്ളതും അവര് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും, നമ്മൾ ചെയ്യുന്ന ഇസ്തിഗാസയെ സംബന്ധിച്ച് പ്രാർത്ഥന എന്ന് പറയുമ്പോ അത് ശിർക്കായി പോയി, അത് കിട്ടിയത് തന്നെയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞ ഏതെങ്കിലും ഉദ്ധരണികളോ പുസ്തകങ്ങളോ എടുത്തുദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഇസ്തിഗാസ ശിർക്ക് തന്നെ എന്ന ഒരു മുയലിനെ കിട്ടിയ ഭാവത്തോടെയാണ് പലപ്പോഴും അവരുടെ സ്റ്റേജുകളിൽ, വേദികളിൽ അവർ പ്രസംഗിക്കാറുള്ളത്. സഹോദരന്മാരെ, പ്രാർത്ഥന എന്ന ഈ പദം നാം ചെയ്യുന്ന കർമ്മത്തിന് പ്രയോഗിച്ചു എന്നതുകൊണ്ട് ശിർക്കാകുമെന്നോ തൗഹീദാകുമെന്നോ നമുക്കാർക്കും വാദം ഇല്ല. ഒരു കർമ്മത്തിന്, നാം ചെയ്യുന്ന കർമ്മത്തിന് പേരെന്തു പറയുന്നു എന്ന് നോക്കിയിട്ടല്ല അത് തൗഹീദാവലും ശിർക്കാവലും. നാം ചെയ്യുന്ന ഈ കർമ്മം അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധനയാണ് എന്നാണ് മുജാഹിദുകൾ, ബിദഅകൾ സാധാരണ പറയാറുള്ളത്. ഞാൻ ആദ്യമേ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ആരാധന അത് പ്രാർത്ഥനയാകുന്ന ആരാധനയാവട്ടെ അല്ലാത്ത ആരാധനയാവട്ടെ, ആരാധന അല്ലാഹുവിനല്ലാതെ പാടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്ത വിഭാഗമാണ് ലോകത്തുള്ള അഹ്ലു സുന്ന പ്രസ്ഥാനം. ആരാധന അത് അല്ലാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ എന്നും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആരാധനക്ക് തരപ്പെട്ടവൻ അല്ലാഹു അല്ലാത്ത മറ്റൊരു ശക്തി ഇല്ല തന്നെ എന്ന് മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേരുകയും അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ അഹ്ലുസുന്നയടക്കമുള്ള ലോകത്തിലെ മുഴുവൻ വിശ്വാസികളും. അതുകൊണ്ട് തന്നെ സുന്നികളായ നാം അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്നു എന്ന കുപ്രചരണം നടത്തിയത് കൊണ്ട് നമ്മുടെ ശത്രുക്കൾ വിജയിക്കാൻ പോകുന്നില്ല. നാം ചെയ്യുന്ന കർമ്മത്തിന് പ്രാർത്ഥന എന്ന് പറഞ്ഞത് കൊണ്ടും അവർ വിജയിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ട്? ഒരാള് ചക്കക്ക് മാങ്ങ എന്ന് പേരിട്ടത് കൊണ്ട് ചക്ക മാങ്ങാവുകയില്ലാതെ നമുക്കറിയില്ലേ? പഞ്ചസാര ചാക്കിൽ ഒരാള് ഉപ്പ് എന്ന് എഴുതി വെച്ചത് കൊണ്ട് ആ പഞ്ചസാര ചാക്കിൽ ഉറുമ്പരിക്കാതിരിക്കുകയില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയില്ലേ? ഞാൻ പറയുന്നത് ഈ പേരെന്തു പറയുന്നു എന്നത് നോക്കിയിട്ടല്ല ശിർക്കാവലും തൗഹീദാവലും. ചെയ്യുന്ന കർമ്മത്തെ വിധി എഴുതിക്കൊണ്ടാണ്. പ്രാർത്ഥന എന്ന ഈ പദത്തിന് മലയാളത്തിൽ അതിന്റെ അർത്ഥങ്ങൾ എന്താണ്? നാം ഇത് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പ്രാർത്ഥന എന്ന് മലയാള പദമാണ്, നമുക്കറിയാം. അതിന് മലയാളത്തിൽ അതിന്റെ ഡിക്ഷണറികളിൽ അതിന്റെ എല്ലാ അർത്ഥങ്ങളും രേഖപ്പെടുത്തി വെച്ചതും നമുക്ക് കാണാൻ കഴിയും. മലയാള ഡിക്ഷണറികൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയില്ലേ, കേരള ഭാഷാ നിഘണ്ടു എടുത്ത് പരിശോധിക്കുക, അതിന്റെ 1117 പേജ്. അതുപോലെ ശബ്ദസാഗരം ഡിക്ഷണറിയുടെ 3ാമത്തെ വാള്യം 2712 പേജ്. ശബ്ദ താരാവലി 1308 പേജ്. എല്ലാ ഡിക്ഷണറികൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് ഈ കാര്യം ബോധ്യപ്പെടും. പഴയ കാലത്തൊക്കെ നമ്മുടെ കേരളത്തിലുള്ള മുജാഹിദുകൾക്ക് ഖുർആനും സുന്നത്തുമായിരുന്നു നമ്മൾ പഠിപ്പിച്ചിരുന്നത്. ഇപ്പൊ നമുക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം, പുറമെ ഇവർക്ക് മലയാളവും പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഒരു ദുരവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഭാഷാ നിഘണ്ടുകൾ ഏതെടുത്ത് പരിശോധിച്ചോളൂ, അതിലൊക്കെ കാണാം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അപേക്ഷിക്കുക, യാചിക്കുക, അതുപോലെ അർത്ഥിക്കുക, സ്തുതിക്കുക, നേർച്ച നൽകുക, ഹർജി നൽകുക, ഈശ്വരനോട് ചോദിക്കുക എന്നുള്ള വിവിധങ്ങളായ അർത്ഥങ്ങൾ മലയാള ഡിക്ഷണറിയിൽ കാണാൻ കഴിയും. സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് അപേക്ഷിക്കുന്നവരാണ്, സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് യാചിക്കുന്നവരാണ്, സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് അർത്ഥിക്കുന്നവരാണ്, സുന്നികൾ അല്ലാഹു അല്ലാത്തവർക്ക് ഹർജി നൽകുന്നവരാണ്, സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് തേടുന്നവരാണ്. ഇതാണ് അതിന്റെ അർത്ഥം. അല്ലാഹു അല്ലാത്തവരോട് തേടുമ്പോഴേക്ക്, അല്ലാഹു അല്ലാത്തവരോട് അപേക്ഷിക്കുമ്പോഴേക്ക്, അല്ലാഹു അല്ലാത്തവരോട് യാചിക്കുമ്പോഴേക്ക്, അല്ലാഹു അല്ലാത്തവരോട് ഹർജി നൽകുമ്പോഴേക്ക് അത് ആരാധനയാവോ? അത് ഇസ്ലാമിന്ന് പുറത്തു പോകുവോ? അത് ശിർക്കാവോ? അങ്ങനെയാണെങ്കിൽ ആദ്യം മുശ്രിക്കാവുക, ആദ്യം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക നമ്മുടെ രാജ്യത്തെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയുമല്ലേ?
അവർ അല്ലാഹു അല്ലാത്തവരോട് അപേക്ഷിക്കുന്നവരും യാചിക്കുന്നവരും ചോദിക്കുന്നവരും ഹർജി നൽകുന്നവരുമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രാർത്ഥന എന്ന പേര് പറഞ്ഞതുകൊണ്ടു മാത്രം അത് ശിർക്കാവുകയില്ല, ആരാധനയാവുകയില്ല. എന്തുകൊണ്ട്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മലയാള പദമാണ്. അതിന്റെ അർത്ഥം അപേക്ഷിക്കുക, യാചിക്കുക, തേടുക, ഹർജി നൽകുക, ചോദിക്കുക എന്നൊക്കെയാണ്. അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുമ്പോഴേക്ക്, അപേക്ഷിക്കുമ്പോഴേക്ക്, യാചിക്കുമ്പോഴേക്ക് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാവുകയില്ല എന്ന കാര്യം സുന്നികൾക്കും മുജാഹിദുകൾക്കും അറിയാം. അപ്പോ നാം ചെയ്യുന്ന പ്രാർത്ഥനയും നാം ചെയ്യുന്ന അർത്ഥനയും തേട്ടവും അപേക്ഷയും യാചനയും പേരെന്തു പറഞ്ഞാലും ശരി, ഈ ചെയ്യുന്ന കർമ്മം ആരാധനയാവുന്നത് എപ്പോഴാണ്, ആരാധന ആവാത്തത് എപ്പോഴാണ്, നമ്മൾ പഠിക്കേണ്ട വിഷയമാണിത്. നാം ചെയ്യുന്ന തേട്ടം അല്ലെങ്കിൽ അർത്ഥന അല്ലെങ്കിൽ അപേക്ഷ, യാചന, ചോദ്യം, ഈ കർമ്മത്തിൽ ആരാധനയാവുന്നതുണ്ട്, ആവാത്തതുണ്ട്. ആരാധനയാവുന്ന തേട്ടമുണ്ട്, ആവാത്ത തേട്ടമുണ്ട്. ആരാധനയാവുന്ന അപേക്ഷയുണ്ട്, ആവാത്ത അപേക്ഷയുണ്ട്. ആരാധനയുടെ പരിധിയിൽ പെടുന്ന അർത്ഥനയുണ്ട്, അല്ലാത്ത അർത്ഥനയുണ്ട്. ഏതാണത് സഹോദരന്മാരെ? അത് പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ആരാധനയാവുന്നത് പ്രവർത്തനം ഏതാണ്, ആരാധന ആവാത്തത് ഏതാണ്? ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പണ്ഡിതന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളും രേഖപ്പെടുത്തി വെച്ചത് കാണാം. അൽ ഇബാദത്തു അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ. പരമമായ വണക്കത്തിനാണ് ആരാധന എന്ന് പറയുന്നത്. പരമമായ വണക്കം നമ്മുടെ മലയാള ഭാഷയിൽ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണ്. പരമമായ വണക്കത്തിനാണ് ആരാധന എന്ന് പറയുന്നത്. ഈ പരമമായ വണക്കം ഒരാളിൽ നിന്നുണ്ടാകുമ്പോൾ അവനിൽ നിന്ന് ആരാധന ഉണ്ടായി എന്ന് പറയാം. ഒരു കർമ്മം, ആ ചെയ്യുന്ന കർമ്മത്തിൽ ഈ ഇബാദത്ത് സ്വഭാവം വന്നോ, അത് മാത്രമേ അല്ലാഹുവിനാകുമ്പോൾ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ആ ആരാധനാ സ്വഭാവം മറ്റുള്ള ആളുകൾക്ക് വകവെച്ചു കൊടുത്തോ, അത് ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കലാണ്. അതുകൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുമാണ്. എന്നാൽ പിന്നെ ആരാധനയാകുന്ന ഈ പരമമായ വണക്കം എങ്ങനെയാണ് ഉണ്ടാവുക, നമ്മൾ മനസ്സിലാക്കണം. പരമമായ വണക്കം എന്ന് പറഞ്ഞാൽ അവന്റെ ശാരീരിക പ്രകൃതി അത് ഒടിയുന്നതിനനുസരിച്ചോ വളക്കുന്നതിനനുസരിച്ചോ അല്ല പരമമാവലും ആവാതിരിക്കലും, ആരാധന ആവലും ആവാതിരിക്കലും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയില്ലേ, ഒരാൾ റുക്കൂ ചെയ്യുന്ന സന്ദർഭത്തിൽ അയാൾക്ക് ആരാധന ഇല്ല എന്നും, സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ ആ പ്രവർത്തനം ആരാധനയായി എന്നും പറയേണ്ടി വരും. കാരണം റുക്കൂഴിനേക്കാൾ ഏറെ കൂടുതൽ പരമമായി താഴ്മ ചെയ്യുകയാണ്, ശരീരം ഒന്നാകെ ഒതുക്കി വെക്കുകയാണ് സുജൂദിൽ. അപ്പൊ സുജൂദ് ആരാധനയാണ് എന്നും റുക്കൂഴ് ആരാധനയല്ല എന്നും പറയേണ്ടി വരും. അതുകൊണ്ട് ശാരീരിക പ്രകൃതി, ബാഹ്യമായി നമ്മൾ ചെയ്യുന്ന പരിപാടികളെ ആശ്രയിച്ചല്ല ആരാധനയാവലും ആവാതിരിക്കലും. എന്നാ പിന്നെന്താ? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന, മനസ്സിലുണ്ടാകുന്ന ഭയവും വിഹ്വലതയെയും ആശ്രയിച്ചാണോ? അതുമല്ല. നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾ പലപ്പോഴും പറയാറുണ്ട്, എന്താണ്? സുന്നികളായ ആളുകൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ഉള്ളതിലേറെ വലിയ പേടിയും ഭയവും വിഹ്വലതയും ഭക്തിയുമൊക്കെ മഹാത്മാക്കളുടെ മഖ്ബറയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ മഖ്ബറയിൽ അവർ കാണിക്കുന്ന താഴ്മയും വിനയവും ഒക്കെ അത് അങ്ങേയറ്റത്തെ താഴ്മയാണ്, അത് അവർക്കുള്ള ആരാധനയാണ്, അത് അവർക്കുള്ള ഇബാദത്താണ് എന്ന് പലപ്പോഴും നമ്മുടെ രാജ്യത്തെ ബിദഈകൾ ജൽപ്പിക്കാറുണ്ട്. സഹോദരന്മാരെ, നാം അവിടെ ചെയ്യുന്ന ആ വിനയവുമുണ്ടല്ലോ, അത് ആ മഖ്ബറയിലുള്ള മഹാത്മാവിന് നടത്തുന്ന ആരാധനയാണ് എന്ന് മുജാഹിദുകൾ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ പറയുന്നു, മനുഷ്യൻ അവന്റെ ശരീരത്തിൽ പ്രകടിപ്പിക്കുന്ന ആ ഭയം, വിഹ്വലതകളോ അല്ലെങ്കിൽ അവന്റെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളോ അല്ല ആരാധനയുടെ മാനദണ്ഡം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയില്ലേ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിരപരാധിയായ നമ്മെ പിടിച്ച്, ആരെങ്കിലും പിടിച്ച് ശക്തമായി പീഡിപ്പിക്കുകയാണെങ്കിൽ
തീർച്ചയായും അത് ആരാധനയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ആ സന്ദർഭത്തിൽ അവന്റെ മനസ്സിലുള്ള ബേജാറും വെപ്രാളവും എത്രയായിരിക്കും. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം, എന്നെ ഒന്ന് ശിക്ഷിക്കരുതേ, എന്നെ ഒന്ന് വിടണേ എന്ന ഭാവത്തിൽ അവൻ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ കൈ കൂപ്പി നിൽക്കുന്ന രംഗം നമുക്കറിയാം. അപ്പോ അവന്റെ മനസ്സിലുണ്ടാകുന്ന വിഷമവും ബേജാറും ചില്ലറയല്ല, ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ചെയ്യുന്ന കർമ്മം ആരാധനയാണെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ആരാധനയാവുന്നതിന്റെ മാനദണ്ഡം ശാരീരിക പ്രകൃതി അനുസരിച്ചോ, അവൻ എത്ര കണ്ട് വളയുന്നു, എത്ര കണ്ട് ഒടിയുന്നു, അവന്റെ മനസ്സിലുണ്ടാകുന്ന പേടി എത്ര കണ്ട് ശക്തിയാകുന്നു എന്നതിനെ ആശ്രയിച്ചൊന്നുമല്ല. പിന്നെയോ അത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. പരമമായ വണക്കമെന്ന് പറയുമ്പോൾ ആ പരമമായ വണക്കമാകുന്ന ആരാധന ഉണ്ടാവണമെങ്കിൽ വണങ്ങപ്പെടുന്ന ശക്തിയെക്കുറിച്ച്, അവൻ വിനയം പ്രകടിപ്പിക്കുന്ന ശക്തി അല്ലെങ്കിൽ വ്യക്തി, വസ്തു, അതിനെക്കുറിച്ച് അവന്റെ മനസ്സിലുള്ള വിചാരമെന്ത്, അതിനെക്കുറിച്ച് അവന്റെ വിശ്വാസമെന്ത്, ആ ശക്തിയെക്കുറിച്ച് അവന്റെ വിശ്വാസമെന്ത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണത്. ഞാൻ പ്രമാണങ്ങളിലേക്കും തഫ്സീറുകളിലേക്കും ആയത്തുകളിലേക്കും മറ്റ് പണ്ഡിതോദ്ധരകളിലേക്കൊന്നും വിശദമായി ഇറങ്ങി വരുന്നില്ല. ഈ വിഷയത്തിൽ നമ്മെ കൂടുതൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മേലിൽ ആരോപണം ഉന്നയിക്കുന്ന ബിദഅകൾ, വഹാബികൾ, മുജാഹിദുകൾ, ഞാൻ അവരുടെ പ്രസിദ്ധീകരണം തന്നെ നിങ്ങൾക്ക് തെളിവിന് നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഇതെന്റെ കയ്യിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ അൽമനാറാണ്. ഈ അൽമനാർ 1988 ജനുവരി ലക്കത്തിൽ ഇറങ്ങിയ അൽമനാർ നാം ചെയ്യുന്ന ഒരു അനുസരണവും ഒരു താഴ്മയും ഒരു വിനയവുമൊക്കെ എപ്പോഴാണ് ആരാധനയാവുക എന്ന് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറാണ് എഴുതി പഠിപ്പിക്കുന്നത്. അത് പഠിച്ചാൽ പിന്നെ നമുക്ക് ആ പ്രശ്നത്തിലുള്ള എല്ലാ സംശയങ്ങളും തീരും. മുജാഹിദുകൾ തന്നെ പറഞ്ഞാൽ പിന്നെ അവർക്ക് കൂടി സ്വീകാര്യമാണല്ലോ. മുജാഹിദുകളുടെ അൽമനാറാണ് ഇടത്തെ കയ്യിലുള്ളത്. എൻ്റെ വലത്തെ കയ്യിലുള്ളത് മുജാഹിദിന്റെ മറ്റൊരു പ്രസിദ്ധീകരണമായ വിചിന്തനം, 2003 ജൂലൈ 4 ഇറങ്ങിയ വിചിന്തനം. രണ്ടിലും പറയുന്ന പദങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ആശയം ഒന്ന് തന്നെ. എന്താ പറയുന്നത്? ആരാധനയാവൽ എപ്പോഴാണ്? അൽമനാർ പറയുന്നു, അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്വവും ഒക്കെ തന്നെയും ഇബാദത്തും തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പല ശൈലികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചതു കാണാം. എന്താ പറഞ്ഞത്? മുജാഹിദുകളുടെ മുഖപത്രമായ അൽമനാർ തന്നെ പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം, പരമമായ വണക്കം, അനുസരണം, അത് ആരാധനയുടെ പരിധിയിൽ പെടണമെങ്കിൽ ഈ ചെയ്യുന്ന കർമ്മം ആർക്ക് മുമ്പിലാണോ നമ്മൾ സമർപ്പിക്കുന്നതെങ്കിൽ ആ സമർപ്പിക്കുന്ന ശക്തിയുടെ പിന്നിൽ ദിവ്യത്വ സങ്കല്പം ഉണ്ടായിരിക്കണം. ദിവ്യത്വം എന്ന് പറഞ്ഞാൽ ദൈവീകത. ദൈവീകതയെ നമ്മൾ ചാർത്തണം. ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണം. അപ്പൊ വണങ്ങപ്പെടുന്ന ശക്തിയെക്കുറിച്ച് ഇതിന് ദിവ്യത്വമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. ദിവ്യത്വം എന്ന് പറഞ്ഞാൽ ദൈവീകത. അതൊന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞാൽ, നമ്മൾ വണങ്ങപ്പെടുന്ന ഈ ശക്തി അല്ലെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ വസ്തു അത് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവ അവതാരമാണെന്നോ ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ ഉണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടാണോ ഈ വസ്തുവിന്, ഈ ശക്തിക്ക്, ഈ വ്യക്തിക്ക് നാം താഴ്മ പ്രകടിപ്പിക്കുന്നതെങ്കിൽ ആ താഴ്മ ആ വസ്തുവിനുള്ള, ശക്തിക്കുള്ള, വ്യക്തിക്കുള്ള ആരാധനയാകുന്നു. ഇതാരാ പറയുന്നത്? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖപത്രം അൽമനാർ പഠിപ്പിക്കുകയാണ്. അൽമനാറിന്റെ സ്വന്തം വകയല്ല. അൽമനാർ തന്നെ പറയുന്നു,
ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പല ശൈലികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചതു കാണാം. അപ്പൊ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ആശയമാണിത്. ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ പറഞ്ഞിടത്തേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന, നാം നടത്തുന്ന തേട്ടം, വിനയം, താഴ്മ, അർത്ഥന, പ്രാർത്ഥന, അപേക്ഷ, യാചന, ഏത് പറഞ്ഞോളൂ നിങ്ങൾ, ആ പറയുന്ന ഈ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ വസ്തു അത് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവ അവതാരമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടാണോ നാം ചോദിക്കുന്നത് എങ്കിൽ ആ ചോദ്യം, ആ തേട്ടം, ആ അപേക്ഷ, ആ യാചന, ആ അർത്ഥന, ആ പ്രാർത്ഥന ആ ശക്തിക്കുള്ള, ആ വ്യക്തിക്കുള്ള, ആ വസ്തുവിനുള്ള ആരാധനയാകുന്നു. ഞാൻ പറയുന്നതല്ല, മുജാഹിദിന്റെ മുഖപത്രം അൽമനാർ തന്നെയാണ് ഈ കാര്യം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക. അപ്പോ സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ്. മുജാഹിദിന്റെ വാദമാണ്, സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാണെങ്കിലോ ആരാധനയുമാണ്. സഹോദരന്മാരെ, ഞാൻ വിശദീകരിച്ചു. പ്രാർത്ഥന എന്ന് പറയുന്ന കർമ്മം, അതിന് ഒരുപാട് അർത്ഥങ്ങൾ മലയാളത്തിലുണ്ട്. അപേക്ഷിക്കുക, യാചിക്കുക, ചോദിക്കുക, തേടുക, അർത്ഥിക്കുക, പല അർത്ഥവുമുണ്ട്. അതിൽ ആരാധനയുടെ പരിധിയിൽ പെടുന്നതുണ്ട്, ആരാധനയുടെ പരിധിയിൽ പെടാത്തതുണ്ട്. ആരാധനയുടെ പരിധിയിൽ പെടുന്നത് ഏതാണ് നമുക്കറിയാം. അത് മുജാഹിദിന്റെ മുഖപത്രം പറഞ്ഞതുപോലെ ദിവ്യത്വം ചാർത്തിക്കൊണ്ടുള്ള അർത്ഥനയാണോ? എന്നാൽ ആ പ്രാർത്ഥന, ആ അപേക്ഷ, ആ തേട്ടം ആ ശക്തിക്കുള്ള, വസ്തുവിനുള്ള, വ്യക്തിക്കുള്ള ആരാധനയാകുന്നു. ഈ വിശ്വാസം ഇല്ലാതെയാണോ നാം ചോദിക്കുന്നത് എങ്കിൽ ആ ചോദ്യം, ആ തേട്ടം, ആ അപേക്ഷ, ആ യാചന, ആ സഹായാർത്ഥന, ആ അർത്ഥന, ആ പ്രാർത്ഥന ആ ശക്തിക്കുള്ള ആരാധനയല്ലേ അല്ല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നാം ഡോക്ടറോട് സഹായം ചോദിക്കുന്നു രോഗമാകുമ്പോ. ഡോക്ടറോട് ചോദിക്കുന്നത് ഡോക്ടർക്ക് ദിവ്യത്വം ചാർത്തിക്കൊണ്ടല്ല, അതുകൊണ്ട് ഡോക്ടർക്കുള്ള ആരാധനയല്ല. സഹോദരന്മാരെ, നാം ചിന്തിക്കണം. നമ്മൾ 1000 ഉറുപ്പിക നമുക്ക് ആവശ്യമാകുമ്പോൾ നമ്മുടെ സഹോദരനോട് കടമായി 1000 ഉറുപ്പിക ചോദിക്കുന്നു. ആ ചോദ്യം ആ വ്യക്തിയോട്, സഹോദരനോട് ദിവ്യത്വം ചാർത്തിക്കൊണ്ടല്ല ചോദിക്കുന്നത്. അതുകൊണ്ട് അത് അവനക്കുള്ള ആരാധനയല്ല. അതിന് തേട്ടമെന്നോ അപേക്ഷയെന്നോ പ്രാർത്ഥനയെന്നോ അർത്ഥനയെന്നോ എന്തു പറഞ്ഞാലും അത് അവർക്കുള്ള ആരാധനയല്ല. ഇതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് എന്ന് നമ്മൾ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ, ആ റസൂലിന് ദിവ്യത്വമുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നില്ല. സുന്നികളായ നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി എന്ന് മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ മുഹയ്യദ്ദീൻ ശൈഖ് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവ അവതാരമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ നമ്മളാരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുഹയ്യദ്ദീൻ ശൈഖിനോട് നാം നടത്തുന്ന സഹായ തേട്ടം, അപേക്ഷ, അർത്ഥന, യാചന, പേരെന്തു പറഞ്ഞാലും അത് അവർക്കുള്ള ആരാധനയാവുകയുമില്ല. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്നത് ശിർക്കല്ല, നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞത് ശരിയുമല്ല. ഞാൻ പറഞ്ഞത് പ്രാർത്ഥന എന്ന് പറയുന്ന ഈ പദം മലയാളത്തിൽ സാധാരണ മലയാള ഭാഷയനുസരിച്ച് വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട്. അതിൽ ആരാധനയുടെ പരിധിയിൽ പെടുന്നതുണ്ട്, ആരാധനയുടെ പരിധിയിൽ പെടാത്തതുമുണ്ട്. ആരാധനയുടെ പരിധിയിൽ പെടുന്ന അർത്ഥന ഏതാണ്? അത് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറും വിചിന്തനവും പഠിപ്പിച്ചതുപോലെ അർത്ഥിക്കപ്പെടുന്ന, അപേക്ഷിക്കപ്പെടുന്ന, വിനയം പ്രകടിപ്പിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച്, വ്യക്തിയെക്കുറിച്ച്, വസ്തുവിനെ കുറിച്ച്
ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ദൈവമാണെന്നോ ദൈവ അവതാരമാണെന്നോ ദൈവപുത്രനാണെന്നോ വിശ്വസിച്ചുകൊണ്ടാണോ എങ്കിൽ അത് ആരാധനയുടെ പരിധിയിൽ പെടുന്നതാണ്. അതിന് പ്രാർത്ഥന എന്ന് പേരിട്ടോ സഹായാർത്ഥന എന്ന് പേരിട്ടോ എന്നതല്ല വിഷയം. ചെയ്യുന്ന കർമ്മത്തിന്റെ സ്വഭാവം എന്ത് എന്ന് കരുതിക്കൊണ്ടാണ്. ആ വിശ്വാസവും ചിന്തയും ഇല്ലാതെയാണോ അത് ആരാധനയുടെ പരിധിയിൽ പെടുകയില്ല. ആരാധനയുടെ പരിധിയിൽ പെട്ട പ്രാർത്ഥന സുന്നികളെന്നല്ല മുസ്ലിമീങ്ങൾ എല്ലാവരും അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കുന്നുള്ളൂ. അള്ളാഹുവിനല്ലാതെ നമ്മൾ ആരും അത് സമർപ്പിക്കുന്നേയില്ല. ആരാധനയുടെ പരിധിയിൽപ്പെട്ട പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കുന്നുള്ളൂ. അതേ അവസരത്തിൽ ആരാധനയുടെ പരിധിയിൽ പെടാത്ത അപേക്ഷ, സഹായതേട്ടം, ഇസ്തിഗാസ അത് മഹാത്മാക്കളോട് സുന്നികൾ നിർവഹിക്കുന്നു, തേടുന്നു, അർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പക്ഷേ അത് അവർക്കുള്ള ആരാധനയാകുന്നുമില്ല. ഈ വ്യക്തമായ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസക്ക് പ്രാർത്ഥന എന്ന പേരിട്ട് ജനങ്ങളെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, പ്രാർത്ഥന എന്ന് പറയുന്ന ഈ പദം, വിളിച്ചു പ്രാർത്ഥന എന്ന ഈ പദം മലയാള ഡിക്ഷണറിയിൽ മലയാള ഭാഷയിൽ ഇല്ലായിരുന്നുവെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ വരെ കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മുജാഹിദുകൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ? എന്റെ ഈ വിശദീകരണം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ആരാധനയുടെ പരിധിയിൽ പെടുന്നതും പെടാത്തതും മുജാഹിദിന്റെ മുഖപത്രം പറഞ്ഞതുപോലെ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മുജാഹിദുകൾ ചോദിക്കുന്ന ഒരു വലിയ ആനക്കാര്യമായ ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? അവർ ചോദിക്കും, മുഹയ്യദ്ദീൻ അല്ലാഹുവേ കാക്കണേ, മുഹയ്യദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, അതുപോലെ ബദരീകളെ കാക്കണേ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ, യേശുവേ കാക്കണേ. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇതെല്ലാം ഒരുപോലെയാണ്. അതൊക്കെ ആരാധനയാകുന്നു. അല്ലാഹുവേ കാക്കണമേ എന്ന് പറയുന്നത് അല്ലാഹുവിനുള്ള ആരാധനയാണ്. അതുപോലെ തന്നെയാണ് മുഹയ്യദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറയുന്നത് മുഹയ്യദ്ദീൻ ഷേഖിനുള്ള ആരാധനയാണ്. ഗുരുവായൂരപ്പ കാക്കണേ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനുള്ള ആരാധനയാണ്. അതുപോലെ യേശുക്രിസ്തുവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തുവിനുള്ള ആരാധനയാണ്. എല്ലാം സമമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മുഹയ്യദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറയുന്ന, ബദരീകളെ കാക്കണേ എന്ന് പറയുന്ന സുന്നികളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ വിഷയത്തിൽ തുല്യ അവസ്ഥയിലാണുള്ളത് എന്ന് സാധാരണഗതിയിൽ മുജാഹിദുകൾ സാധാരണക്കാരെ വട്ടം കറക്കാൻ വേണ്ടി പലപ്പോഴും പറയാറുണ്ട്. സഹോദരന്മാരെ, ഞാൻ ഈ പറഞ്ഞ വിശദീകരണം നിങ്ങൾ ശരിക്കും ഉൾക്കൊണ്ടുവെങ്കിൽ ഇവരുടെ ഈ ചോദ്യത്തിന്റെ അപ്രസക്തി നിങ്ങൾക്ക് ബോധ്യപ്പെടും. എന്തുകൊണ്ട്? അല്ലാഹുവേ രക്ഷിക്കണേ എന്ന് പറയുന്ന ആ വിശ്വാസിയുടെ മനസ്സിലുള്ള വിശ്വാസമാണോ മുഹയ്യദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറയുന്ന വിശ്വാസിയുടെ മനസ്സിലുള്ളത്? അല്ലേ അല്ല. അല്ലാഹുവേ രക്ഷിക്കണേ എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിലുള്ള വിശ്വാസം അല്ലാഹു റബ്ബാണ്, അല്ലാഹു എന്റെ സൃഷ്ടാവാണ്, ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്. മുഹയ്യദ്ദീൻ ഷേഖെ രക്ഷിക്കണേ അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലോ മുഹയ്യദ്ദീൻ ഷേഖോ ഇലാഹാണെന്നോ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ അതുപോലെ തന്നെ ദൈവീകത ഉണ്ടെന്നോ നമ്മളാരും വിശ്വസിക്കുന്നേ ഇല്ല. ഞാൻ ചോദിച്ചോട്ടെ, സുന്നികളായ നമ്മൾ ചെയ്യുന്ന പ്രവണതയെ കുറിച്ച് മുജാഹിദുകൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ദിവ്യത്വം വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മുഹയ്യദ്ദീൻ ഷേഖിനെ വിളിക്കുന്നത്. എന്തുമാത്രം അപരാധമാണിത് സഹോദരന്മാരെ. റസൂലുള്ളാഹിനെ വിളിക്കുന്നവർ, മുഹയ്യദ്ദീൻ ഷേഖിനെ വിളിക്കുന്നവർ നമ്മളാണല്ലോ. നമ്മളല്ലേ പറയേണ്ടത് ഏത് വിശ്വാസത്തിലാണ് നമ്മൾ അവരെ വിളിക്കുന്നത് എന്ന്. എന്നാൽ നമ്മുടെ രാജ്യത്തുള്ള ഹിന്ദു സഹോദരങ്ങൾ ഗുരുവായൂരപ്പനെ വിളിക്കുന്നത്, ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ദൈവ അവതാരമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. ദൈവത്തിന്റെ അവതാരമാണ് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുന്ന ഹിന്ദു സഹോദരങ്ങൾ അവര് വിളിക്കുന്നത് ദൈവാവതാരമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. ക്രിസ്ത്യാനികൾ യേശുവിനെ വിളിക്കുന്നതോ യേശുക്രിസ്തുവെ രക്ഷിക്കണേ, കന്യാമറിയമേ രക്ഷിക്കണേ എന്നൊക്കെ അവർ പറയുന്നത് ഇന്നല്ലാഹ സാലിസു സലാസ. പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു, അല്ലാഹു മൂന്നെണ്ണത്തിൽപ്പെട്ട ഒരാളാണ്. 3 ദൈവമുണ്ട്. ഒന്ന് അല്ലാഹു, ഒന്ന് യേശുക്രിസ്തു, ഒന്ന് കന്യാമറിയം എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ആ വിശ്വാസത്തോടെയാണ് അവർ യേശുവിനെ വിളിക്കുന്നത്, കന്യാമറിയമ്മനെ വിളിക്കുന്നത്.
പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസ്വാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്. ജൂതന്മാർ പറഞ്ഞു ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാകുന്നു. ക്രിസ്ത്യാനികൾ പറഞ്ഞതോ വഖാലത്തിൻ നസ്വാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്, ഈസാ നബി അല്ലാഹുവിന്റെ പുത്രനാകുന്നു. ദൈവപുത്രനാണ് എന്ന വിശ്വാസത്തോടെയാണ് ക്രിസ്ത്യാനികൾ യേശുവിനെ വിളിക്കുന്നത്, യേശുവെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത്. കന്യാമറിയമേ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത് ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അതേ അവസരത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് വിശ്വാസി ലക്ഷങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നു, മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നു. വിളിക്കുമ്പോ മുഹയ്യദ്ദീൻ ഷെയ്ഖോ അല്ലെങ്കിൽ റസൂലുള്ളാഹിയോ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവ അവതാരമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കുന്നേ ഇല്ല. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, വിളിക്കുന്നവർ നിങ്ങളാണല്ലോ, നമ്മളാണല്ലോ. യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് നിങ്ങൾ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുമ്പോ റസൂൽ ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലേ? വിശ്വസിക്കുന്നില്ല. ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. മുഹയ്യദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ മുഹയ്യദ്ദീൻ ഷെയ്ഖ് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും സുന്നികൾ ലോകത്തിന്റെ ഏതെങ്കിലും ദിക്കിലുണ്ടോ? ഉണ്ടോ? ഒരിക്കലുമില്ല. ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലേ, ഇല്ല. ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവ അവതാരമാണെന്നോ വിശ്വസിക്കുന്ന നമ്മുടെ രാജ്യത്തെ മുശ്രിക്കുകൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, അവരും അത് വിശ്വസിക്കാത്ത ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളാകുന്ന മുസ്ലിമീങ്ങളും അവരുടെ രണ്ടുപേരുടെയും ഈ സഹായത്തേട്ടം ഒരുപോലെയാണ് എന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? സഹോദരന്മാരെ, അത് ശരിയല്ല. ആ തുലനപ്പെടുത്തുന്നത് കടുത്ത അപരാധമാണെന്നേ നമുക്ക് പറയാനുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ രാജ്യത്ത് മാതാ അമൃതാനന്ദമയ്യെ ദൈവമായി വാഴ്ത്തി ദിവ്യത്വം ചാർത്തി അവരോട് ചോദിക്കുന്നവരും അപേക്ഷിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. മാതാ അമൃതാനന്ദമയ്യെ വിളിക്കുന്നവരുടെ വിശ്വാസം എന്താണ്? ഞാൻ പറയുന്നില്ല, അവരുടെ അനുയായികൾ തന്നെ പറയുന്നു. ഇത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതാ അമൃതാനന്ദമയി ദേവിയുടെ 48ാം തിരുനാളിനോടനുബന്ധിച്ച് പുറത്തിറക്കിയിട്ടുള്ള സപ്ലിമെന്റ് ആണ്. ഇതിൽ മാതാ അമൃതാനന്ദമയിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടത്തെ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്ന വ്യക്തിയാണ് സ്വാമി അമൃത സ്വരൂപാനന്ദ. കണ്ടോ, അമൃതാനന്ദമയി മഠത്തിലെ രണ്ടാമത്തവനാ. അമ്മ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ വ്യക്തി ഇയാളാ. ഇദ്ദേഹം പറയുന്നത് നോക്ക് നിങ്ങൾ, മാതൃഭൂമിയിൽ പറയുന്നു, അമ്മ ദൈവം തന്നെ. മാതാമൃതാനന്ദമയി എന്ന അമ്മ ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവർ വിളിക്കുന്നത് അമ്മയെ. അതുകൊണ്ട് തന്നെ മാതാമൃതാനന്ദമയ്യെ വിളിക്കുന്ന ആ വിളിയും ആ അപേക്ഷയും ആ തേട്ടവും ആ അർത്ഥനയും ആ പ്രാർത്ഥനയും അവർക്കുള്ള ആരാധനയാണ്. അത് ശിർക്കാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ സത്യസായി ബാബ? ആ സത്യസായി ബാബയെ അനുയായികൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു, അർത്ഥിക്കുന്നു, വിളിക്കുന്നു, തേടുന്നു, അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന പത്രമാണിത്, സനാതന സാരഥി. ഇതിന്റെ 19ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. സത്യസായി ബാബയെ കുറിച്ച് അവരുടെ വിശ്വാസം എന്താണ്? അവരുടെ അനുയായികൾ പറയുന്നു, കണ്ടോ, സ്വാമി ഈശ്വരൻ തന്നെ. അവരുടെ പ്രസിദ്ധീകരണമാണ്. സത്യസായി ബാബ ഈശ്വരനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവരുടെ അനുയായികൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രാർത്ഥന, അർത്ഥന, ആ അപേക്ഷ അത് അവർക്കുള്ള ആരാധനയാണ്. അത് ശിർക്കാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പരിപാടിയാണ്. അതേ അവസരത്തിൽ സുന്നികളായ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നതും മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നതും മഹാത്മാക്കളെ വിളിക്കുന്നതും അവർക്കുള്ള ആരാധന അല്ലേ? അല്ല. എന്തുകൊണ്ട്? അവർ ദൈവമാണെന്നോ ദൈവ അവതാരമാണെന്നോ ദൈവപുത്രനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ അൽമനാർ പഠിപ്പിച്ചതുപോലെ, ഞാൻ അത് മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, അൽമനാർ പഠിപ്പിച്ചതുപോലെ ദിവ്യത്വം ചാർത്തിക്കൊണ്ടല്ല സുന്നികൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ശിർക്കുമല്ല, അത് അവർക്കുള്ള ആരാധനയുമല്ല. സഹോദരന്മാരെ, ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ രാജ്യത്തുള്ള
ബിദഅകൾ മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന ചില പ്രചരണങ്ങളുണ്ട്. എന്താണെന്നറിയോ? സമസ്തയുടെ പൂർവീക നേതാവായ ബഹുമാനപ്പെട്ട റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ മഹാനവറുകൾ രചിച്ച ഒരു പുസ്തകമുണ്ട്, ഖൗലുസ് സദീദ് എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ അതാ സുന്നികൾ അല്ലാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്നേ ഇല്ല എന്ന് ഈ പുസ്തകത്തിൽ സമസ്തയുടെ പൂർവ്വ നേതാവ് എഴുതി വെച്ചിട്ടുണ്ട്. മുജാഹിദുകൾ പറയാറുണ്ട്, ശരിയാണ്, എഴുതിയിട്ടുണ്ട്. എന്നാലോ ഇപ്പോൾ സമസ്തയുടെ ഇപ്പോഴത്തെ നേതാക്കൾ അഭിവന്ദ്യരായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, അവര് നടത്തിയ കൊട്ടപ്പുറം സംവാദത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയ പുസ്തകത്തിലും അഭിവന്ദ്യരായ ഉസ്താദ് പൊന്മള ഉസ്താദ് അവറുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, അവരുടെ ഫതാവ മുഹയ്യസുന്ന ആ പുസ്തകം, സഹോദരങ്ങളെ, ഇതിലൊക്കെ സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസയെ കുറിച്ച് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ, സുന്നികളായ നിങ്ങൾ തന്നെ, നിങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയാണെങ്കിലോ അത് ആരാധനയുമാകുന്നു. നേരത്തെ പറഞ്ഞ അതേ വിശദീകരണം വീണ്ടും പറയും. ഞാനിത് തീർത്തു പറയുന്നു. നമ്മൾ ഇവിടെ ആശങ്കപ്പെടേണ്ടതോ ഇവരുടെ വഞ്ചനയിൽ അകപ്പെടേണ്ടതോ ഇല്ല. കൊട്ടപ്പുറം സംവാദത്തെ കുറിച്ച്, ആ സംവാദത്തെ വിശകലനം ചെയ്തുകൊണ്ടുള്ള കൊട്ടപ്പുറം സംവാദം എന്ന OM തരുവണ എഴുതിയ പുസ്തകത്തിലും, അതുപോലെ ഇനി മറ്റു പ്രസിദ്ധീകരണ സുന്നത്ത് മാസികയിലും, എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും പ്രാർത്ഥന എന്ന് പറഞ്ഞ ഏത് കർമ്മമുണ്ടോ ആ പറഞ്ഞതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആരാധനയുടെ പരിധിയിൽ പെടാത്തതിനെ കുറിച്ചാണ് പ്രാർത്ഥന പറ്റുമെന്നും, അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന ഇസ്തിഗാസക്ക് പേരിട്ടതും പ്രാർത്ഥന അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുള്ളതുമൊക്കെ. ഫതാവ മുഹയ്യസുന്നയിൽ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനോട് 25 ചോദ്യം കുവൈത്തിൽ നിന്നുള്ള വഹാബികൾ ചോദിച്ച ചോദ്യമാണ്. അതിൽപ്പെട്ട ഒരു ചോദ്യമാണ്, മുഹയ്യദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? അപ്പൊ ഈ പ്രയോഗം അത് മുജാഹിദുകളുടെ പ്രയോഗമാണ്, സുന്നികളായ നമ്മളുടെ പ്രയോഗമല്ല. പിന്നെയോ അവരുദ്ദേശിച്ച ആ പ്രാർത്ഥന ആരാധനയുടെ പരിധിയിൽ പെടാത്തതിനെ കുറിച്ചാണ് പ്രാർത്ഥന പറ്റുമെന്നും, അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന ഇസ്തിഗാസക്ക് പേരിട്ടതും പ്രാർത്ഥന അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുള്ളതുമൊക്കെ. അതേ അവസരത്തിൽ സമസ്തയുടെ നേതാവ് ബഹുമാനപ്പെട്ട റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ഖൗലുസ് സദീദ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞതോ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം നമുക്കറിയാം. അത് ആരാധനയാകുന്ന പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ്. ആ ഉദ്ദേശത്തിലാണ് അത് എഴുതിയിട്ടുള്ളത് എന്ന് ആ പുസ്തകത്തിന്റെ മറ്റു ഭാഗങ്ങൾ കൂടി അപ്പുറവും ഇപ്പുറവും കൂടി പരിശോധിച്ചാൽ വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നതുമാണ്. അതുകൊണ്ട് സുന്നികളുടെ പ്രസിദ്ധീകരണത്തിന് ഒരു പുസ്തകത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും, മറ്റേ പുസ്തകത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു, ഇവർ തമ്മിൽ തന്നെ എതിരാണ് എന്നൊന്നും പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കേണ്ടതില്ല, മിനക്കെടേണ്ടതില്ല. ആ പറഞ്ഞതിന്റെ താല്പര്യവും അർത്ഥവും വളരെ വ്യക്തമാകുന്നു. അതിൽ യാതൊരു പന്തികേടുമില്ല. പിന്നെ മുജാഹിദുകൾ പറയാറുള്ളതോ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അതേ രൂപത്തിലാണ് മുഹയ്യദ്ദീൻ ശൈഖിനോട് അല്ലെങ്കിൽ റസൂലിനോട് അള്ളാഹുവേ രക്ഷിക്കണേ, ഇതേ രൂപം തന്നെയാണല്ലോ മുഹയ്യദ്ദീൻ ശൈഖിനെയും രക്ഷിക്കണേ, അല്ലെങ്കിൽ റസൂലുള്ളാഹിയോടും രക്ഷിക്കണേ എന്ന് പറയുമ്പോഴുള്ളത് രണ്ടിന്റെയും രൂപം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അത് ആരാധനയാണ് എന്ന് പറയുകയാണെങ്കിൽ സഹോദരന്മാരെ, അതും അർത്ഥശൂന്യമായ ഒരു ചർച്ചയാണ്, ചിന്തയാണ്. എന്തുകൊണ്ടെന്നോ നിങ്ങൾക്കറിയാമോ? പരിശുദ്ധ ഖുർആനിൽ 2 പ്രാർത്ഥന പഠിപ്പിക്കുന്നു, 2 തേട്ടം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഒന്ന് അള്ളാഹുവിനോടുള്ള ഒരു പ്രാർത്ഥന. എന്താണത്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നു, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ. റബ്ബേ, ഞങ്ങളുടെ നാഥാ, ഞങ്ങൾ മറന്നു ചെയ്ത കാരണത്തിനാൽ ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുതേ റബ്ബേ. നമുക്കൊക്കെ അറിയാവുന്ന പ്രാർത്ഥനയാണ്, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, അല്ലേ? എന്നാൽ ഇതേ ആശയമുള്ള മറ്റൊരു തേട്ടവും ഖുർആനിൽ കാണാം. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിളിർ നബിയോട് അപേക്ഷിക്കുന്ന ഒരു തേട്ടമുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി. എന്തൊരു അപേക്ഷയാണ്! അള്ളാഹുവിനോട് ചോദിച്ച അതേ രൂപഭാവം, ശൈലി നോക്ക് നിങ്ങൾ. ലാ തുആഖിദ്നാ ഇൻ നസീനാ, അത് ബഹുവചനമായി എന്നേ ഉള്ളൂ. ഇവിടെ മൂസാ നബി പറയുന്നതോ ലാ തുആഖിദ്നി ബിമാ നസീതു, ഞാൻ മറന്നു ചെയ്ത കാരണത്തിനാൽ
എന്നെ നിങ്ങൾ പിടിച്ചു ശിക്ഷിക്കരുതേ. രണ്ടും രൂപവും ശൈലിയും ഒന്നാണ്. പദപ്രയോഗം ഒരുപോലെയാണ്. പദപ്രയോഗം ഒരുപോലെയായി എന്നതുകൊണ്ട് അത് ആരാധനയാവുകയില്ല. പിന്നെയോ ആരാധനയാകുന്നത് ചോദിക്കപ്പെടുന്ന, അർത്ഥിക്കപ്പെടുന്ന, അപേക്ഷിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച്, വ്യക്തിയെക്കുറിച്ച്, വസ്തുവിനെ കുറിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഈ നാം ചെയ്യുന്ന സഹായ തേട്ടം, ഇസ്തിഗാസ ശിർക്കാക്കാൻ വേണ്ടി, ശിർക്ക് മുദ്ര കുത്താൻ വേണ്ടി നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദുകൾ പരിശുദ്ധ ഖുർആനിലെ വളരെ വചനങ്ങളെ ദുരുപയോഗപ്പെടുത്താറുണ്ട്. ഞാൻ തീർത്തു പറയുന്നു, മുജാഹിദുകൾ ദുരുപയോഗപ്പെടുത്തുന്ന ആയത്തുകൾ ഏതെടുത്തോളൂ, ഏതായത്തെടുത്ത് പരിശോധിച്ചാലും അതിലൊക്കെ നമുക്ക് കാണാം ആ പറഞ്ഞ കർമ്മം, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഉദ്ഉനി, എന്നോട് പ്രാർത്ഥിക്കൂ എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നോടാണ് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ശിർക്കാണ് എന്ന് മുജാഹിദുകൾ പറയുന്നു. സഹോദരന്മാരെ, ഏത് പ്രാർത്ഥനയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ആ ഉദ്ഉനി ഐ ഉഅ്ബുദൂനി എന്നെ നിങ്ങൾ ആരാധിക്കൂ. ആരാധനയുടെ പരിധിയിൽ പെടുന്ന ആ പ്രാർത്ഥന, ആ കർമ്മം, അത് എനിക്ക് മാത്രമേ നിങ്ങൾ നിർവഹിക്കാവൂ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഏതായത്തുകൾ എടുത്ത് പരിശോധിച്ചോളൂ. ആരാധനയാകുന്ന ദുആ, ആരാധനയാകുന്ന കർമ്മം, ആരാധനയാകുന്ന പ്രാർത്ഥന, അത് അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ. സൂറത്തുൽ അഹ്ഖാഫിലെ 4-ാമത്തെ വാക്യത്തെ പലപ്പോഴും മുജാഹിദുകൾ ദുരുപയോഗപ്പെടുത്താറുണ്ട്. ഖുൽ അറഅയ്തും മാ തദ്ഉന മിൻ ദൂനില്ലാഹി അറൂനി മാദാ ഖലഖൂ മിനൽ അർളി അം ലഹും ശിർകുൻ ഫിസ് സമാവാത് എന്ന് തുടങ്ങുന്ന വചനം. അതിൽ പറയുന്നു, അള്ളാഹുവിനെയും വിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്ക് ലോകത്ത് ഭൂമിയിൽ വല്ലതും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുഹയ്യദ്ദീൻ ശൈഖ് ആവട്ടെ, ബദരീങ്ങളാവട്ടെ, മഹാത്മാക്കളാവട്ടെ, അവർക്കൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ മുജാഹിദുകൾ സാധാരണ ദുരുപയോഗപ്പെടുത്താറുണ്ട്. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഞാൻ പറയുന്നില്ല. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ബഹുമാനപ്പെട്ട അബൂ ജഅഫർ ഇബ്നു ജരീർ ത്വബരി തന്റെ തഫ്സീർ ജാമിഉൽ ബയാൻ 11-ാമത്തെ വാള്യം 273-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. യഖൂലു തആല ദിക്റുഹു ഖുൽ യാ മുഹമ്മദ് ലിഹാഉലാഇൽ മുശ്രികീന ബില്ലാഹി മിൻ ഖൗമിക അറഅയ്തും അയ്യുഹൽ ഖൗമു അൽ ആലിഹത വൽ ഔസാന അല്ലതി തഅബുദൂന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ആരാധിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന ദൈവങ്ങൾ, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ, മറ്റു ദൈവങ്ങൾ, ആ ദൈവങ്ങൾക്ക് ഭൂമിയിൽ വല്ലതും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് അള്ളാഹു ചോദിക്കുന്നതിന്റെ താല്പര്യം. അപ്പൊ അള്ളാഹുവേതര ദൈവങ്ങൾക്ക് ആരാധിക്കുന്ന ആ കർമ്മത്തെ കുറിച്ചാണ് ആയത്തിൽ പറയുന്നത്. ആരാധനയുടെ പരിധിയിൽപ്പെട്ട പ്രാർത്ഥനയാണത്, ദുആ ആണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തഫ്സീർ റൂഹുൽ മാനി 26-ാമത്തെ വാള്യം 5-ാമത്തെ പേജിൽ ഇതേ ആശയം രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഐ മാ തഅബുദൂന മിൻ ദൂനില്ലാഹി മിനൽ അസ്നാമി, അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ, ഔ ജമീഉൽ മഅബൂദാത്തി, ബിംബങ്ങളും മറ്റു ദൈവങ്ങൾ മുഴുവനും, അവർക്ക് ആകാശഭൂമിയിലെ സൃഷ്ടിപ്പിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതേക്കുറിച്ചാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കാൻ പാടില്ലെന്ന്, മുഹയ്യദ്ദീൻ ശൈഖ് ഉൾപ്പെടെയുള്ള മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ പാടില്ലെന്ന് ആ ആയത്തിൽ പറഞ്ഞിട്ടില്ല. എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇത് തന്നെ രേഖപ്പെടുത്തി വെച്ചത് കാണാം. സൂറത്തുൽ അഹ്ഖാഫിൽ 5-ാമത്തെ വാക്യം സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസയെ ശിർക്ക് വൽക്കരിക്കാൻ വേണ്ടി മുജാഹിദുകൾ ദുരുപയോഗപ്പെടുത്തുന്നത് കാണാം. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. സൂറത്തുൽ അഹ്ഖാഫിൽ 5-ാമത്തെ സൂക്തമാണിത്. സഹോദരന്മാരെ, ഈ വാക്യത്തിൽ പറയുന്നത് മഹാത്മാക്കളായ അമ്പിയാക്കളോട്, ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നതിനെ കുറിച്ചല്ല, അവർക്ക് ദിവ്യത്വം ചാർത്താതെ നാം നടത്തുന്ന ഇസ്തിഗാസയെ കുറിച്ചോ സഹായാർത്ഥനയെ കുറിച്ചോ അല്ല. പിന്നെ അതിൽ പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട തഫ്സീർ ഇബ്നു അത്തിയ്യത്തിൽ ഉന്ദുലുസിയുടെ തഫ്സീർ അൽ മുഹററുൽ വജീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തി വെച്ചത് കാണാം. അദ്ദേഹം പറഞ്ഞു, ഈ ആയത്ത് അൽ ആയത്തു തൗബീഹുൽ ലിഅബദത്തിൽ അസ്നാം, ബിംബങ്ങൾക്ക് ആരാധിച്ചിരുന്ന, മറ്റു ദൈവങ്ങൾക്ക് ആരാധിച്ചിരുന്ന ആളുകളുണ്ട്. ആ ദൈവങ്ങളെ കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അവർക്ക് ഉത്തരം ചെയ്യൂല. ആ ദൈവങ്ങൾ, ബിംബങ്ങൾ, മറ്റു ദൈവങ്ങൾ പാരത്രിക ലോകത്ത് ചെന്നാൽ
അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. ഇതാണ് ആ പറഞ്ഞതിന്റെ ആശയം. ദുനിയാവിൽ വെച്ചും ഭൗതിക ലോകത്തും ആഖിറത്തിൽ വെച്ചും അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമല്ല, വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവരുടെ പ്രാർത്ഥനയെ തൊട്ട് തിരിഞ്ഞു കളയുന്നവരാണ്. ഇതാണ് ഈ ആയത്തിന്റെ ആശയമെന്ന് തഫ്സീറുകൾ മുഴുവനും രേഖപ്പെടുത്തി വെച്ചു. തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തി വെച്ചു, തഫ്സീറുൽ മദാരിക് രേഖപ്പെടുത്തി വെച്ചു, തഫ്സീറുർ റാസിയിൽ ഈ ആശയം കാണാം, തഫ്സീർ ഇസ്മായിലുൽ ഹഖീയുടെ റൂഹുൽ ബയാനിൽ ഇത് കാണാം. എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം ബഗവി തന്റെ തഫ്സീറിൽ പറഞ്ഞു, യാനി അൽ അസ്നാമ, ബിംബങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. ലാ തുജീബു ആബിദിഹാ, അതിന് ആരാധിക്കുന്ന ആളുകൾക്ക് ആ ബിംബങ്ങൾ ഉത്തരം ചെയ്യുകയില്ല. ഇതാണ് ഇതിന്റെ പിന്നിൽ ഈ ആയത്ത് കൊണ്ട് വിവക്ഷിക്കുന്നത്. സഹോദരന്മാരെ, ഇതുപോലെ ഏതെല്ലാം ആയത്തുകളുണ്ടോ, ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന് പറയുന്ന ആയത്താവട്ടെ, അതുപോലെ മുജാഹിദുകൾ ദുരുപയോഗപ്പെടുത്തുന്ന ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും ഫദ്ഉഹും വൽയസ്തജീബു ലക്കും ഇൻ കുൻതും സ്വാദിഖീൻ, ഈ ആയത്തിനെ മുജാഹിദുകൾ ദുരുപയോഗപ്പെടുത്തുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പറയുന്നു ഈ ആയത്ത് അല്ലാഹുവേതര ദൈവങ്ങൾക്ക് ആരാധിക്കുന്നവരെ കുറിച്ചാണ്. ആരാധനയാവൽ എപ്പോഴാണ്? അൽമനാർ പറഞ്ഞത് നിങ്ങൾ മറക്കരുത്, വിചിന്തനം പഠിപ്പിച്ചതും നമ്മൾ വിസ്മരിക്കരുത്. ഖുർആൻ പണ്ഡിതന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയമാണെന്ന് അവർ തന്നെ പറഞ്ഞു. ദൈവീകത ചാർത്തിക്കൊണ്ട് നടത്തുന്ന തേട്ടം അപേക്ഷയെ കുറിച്ചാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന നമ്മൾ റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ, മുഹയ്യദ്ദീൻ ശേഖരെ വിളിക്കുമ്പോ, ബദരീങ്ങളെ വിളിക്കുമ്പോ അവർ ദൈവമാണെന്നോ ദൈവ അവതാരമാണെന്നോ ദൈവപുത്രന്മാരാണെന്നോ ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്നേ ഇല്ല. സൂറത്തുൽ അഅറാഫിലെ വല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി വല്ലദീന തദ്ഉന മിൻ ദൂനിഹി ലാ യസ്തതിഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ, ഇതേ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് അല്ലാഹുവേതര ദൈവങ്ങളെ വിളിക്കുന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാടടച്ച് വെടിവെക്കുന്ന പരിപാടി മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസയെ ശിർക്ക് വൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢപദ്ധതിയുടെ ഭാഗമാണ്. മുസ്ലിമീങ്ങൾ അത് അനുവദിക്കുകയില്ല. ഇതുപോലുള്ള 10, 30, 35 വരുന്ന ഖുർആനിക സൂക്തങ്ങൾ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മുജാഹിദുകൾ ദുരുപയോഗപ്പെടുത്തുന്ന ഈ വചനങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും ഈ ഇബാദത്താകുന്ന ആരാധനയുടെ പരിധിയിൽ പെടുന്ന പ്രാർത്ഥന ദുആഇനെ കുറിച്ചാണ് പറയുന്നത്. അത് അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാൻ പാടില്ലേ ഇല്ല. അതിൽ അവരുടെ മാസ്റ്റർ പീസ്, ദുർവ്യാഖ്യാനത്തിലെ മാസ്റ്റർ പീസ് വചനമാണ് സൂറത്തുൽ ഫാത്തിറിലെ 13-14 വചനം. വല്ലദീന തദ്ഉന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, നിങ്ങൾ അല്ലാഹുവിനെയും വിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്നാണ് അവരുടെ അർത്ഥം. ആ വസ്തുക്കൾ ഉടമപ്പെടുത്തുകയില്ല. മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പന കുരുവിന്റെ പാടയെപ്പോലും ഉടമപ്പെടുത്താൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കാവുകയില്ല. എന്നിട്ട് അവർ പറയും ഇൻ തദ്ഉഹും, അവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളെ വിളി പ്രാർത്ഥന അവർ കേൾക്കൂല. വലൗ സമിഉ, കേട്ടാൽ തന്നെ മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം ചെയ്യാനും കഴിയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ശിർക്കാണ്, ഈ വിളിച്ചു പ്രാർത്ഥന തെറ്റാണ്. മുജാഹിദുകളുടെ വ്യാഖ്യാനമാണ്. നോക്കൂ നിങ്ങൾ, ഇന്തദുഹും, അവരെ നിങ്ങൾ വിളിച്ചാൽ, ആരെ? മുജാഹിദുകൾ പോക്കറ്റിൽ നിന്നാണ് വ്യാഖ്യാനം എടുക്കാറുള്ളത്. അവരെ എന്ന് പറഞ്ഞാൽ റസൂല്, മമ്പർ തങ്ങള്, മുഹ്യിദ്ദീൻ ശൈഖ്, ബദരീങ്ങള്. അവർ പ്രസംഗിക്കുന്ന നാടിന്റെ അടുത്തോ ചുറ്റുഭാഗത്തോ ഏതെങ്കിലും വലിയകളോ മക്കാമുകളോ ഉണ്ടെങ്കിൽ വേഗം പോകുക മീർ അങ്ങോട്ടാണ്. കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ ആദ്യം പറയും മടവൂർ ശൈഖിനെ വിളിച്ചാൽ, CM വലിയുള്ളാഹിനെ വിളിച്ചാൽ, പിന്നെ മറ്റേ ശൈഖിനെ വിളിച്ചാൽ, അതുപോലെ കടപ്പുറം, ഇങ്ങനെ ഓരോ ശൈഖന്മാർ. മലപ്പുറം ജില്ലയുടെ ഭാഗത്തേക്ക് എത്തിയാൽ ലമീർ മാറുന്നു. ഇന്തദുഹും, അവരെ വിളിച്ചാൽ, ആരെ? മമ്പറം തങ്ങളെ വിളിച്ചാൽ, പുത്തമ്പള്ളി ശൈഖിനെ വിളിച്ചാൽ, ഉളിയങ്കോട് ഉമർ ഖാഹിയെ വിളിച്ചാൽ ലമീർ ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് വരുന്നു. പോക്കറ്റിൽ നിന്ന് എടുത്ത ലമീറുകൾ, പോക്കറ്റിൽ നിന്ന് എടുത്ത വ്യാഖ്യാനങ്ങൾ അവിടേക്ക് തന്നെ തിരിച്ചു വെക്കുക എന്നല്ലാതെ അത് ഇസ്ലാമികമായി ഖുർആനിന്റെ വ്യാഖ്യാനം അല്ലേ അല്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് വല്ലദീന തദ്ഉന മിൻ ദൂനിഹി, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞല്ലോ. ഈ പറഞ്ഞ പ്രാർത്ഥന ഏതാ? ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു ആരാധനയുടെ പരിധിയിൽപ്പെട്ട പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ? ഈ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങൾ, സഹോദരന്മാരെ, ഈ അല്ലാഹുവേതര ദൈവങ്ങൾക്ക് ആരാധിക്കുന്ന നിങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞ ഈ നിങ്ങൾ തന്നെ ആരാ?
അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിശ്വസിക്കുന്ന, അത് മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്ന ലോകത്തുള്ള അഹ്ലുസുന്ന പ്രസ്ഥാനത്തെ കുറിച്ചാണോ? ഒരിക്കലുമല്ല. ഈ വല്ലദിനെ തദഊന എന്ന് പറഞ്ഞ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ടാണ് ഖുർആൻ ഈ പറയുന്നത്. വിശ്വാസമില്ലാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിൽ വിശ്വസിക്കാത്ത, അല്ലാഹുവേതര ദൈവങ്ങൾക്ക് ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾ ഉണ്ടല്ലോ, മാ യംലികൂന മിൻ ഖിത്മീർ, അവർ ഒരു കാരക്കക്കുരുവിന്റെ പാടയെപ്പോലും ഉടമപ്പെടുത്തുകയില്ല. ഇൻ തദഊഹും, ആ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളെ വിളി കേൾക്കൂല. സംശയമുണ്ടോ? അല്ലാഹുവേതര ദൈവങ്ങൾ, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ, മറ്റു ദൈവങ്ങൾ, ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ ദൈവങ്ങൾ, അവരെ വിളിച്ചാൽ ആ വിളി കേൾക്കൂല. സംശയമുണ്ടോ? കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യാനും കഴിയില്ല. ഖുർആനിന്റെ ഈ അധ്യാപനം അഹ്ലുസുന്ന ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഈ പറഞ്ഞത് ലോകത്തുള്ള സുന്നികളാകുന്ന ബഹുഭൂരിപക്ഷം വിശ്വാസികളുടെ മേൽ ചുമത്താനുള്ള കുൽസിത ശ്രമം അത് വിലപ്പോവുകയില്ല. എന്തുകൊണ്ട്? ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പറഞ്ഞത് കാണാം. ബയ്യന തആല അംറൽ അസ്നഹമി, ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത് വിഗ്രഹങ്ങളുടെ കാര്യമാണ്. വിഗ്രഹങ്ങൾ വിളിച്ചാൽ കേൾക്കൂല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യാനും കഴിയില്ല. ഒരു തഫ്സീർ ഇബ്നു അത്ഹിയ്യത്തുൽ ഉൻദുലുസിയുടെ അൽ മുഹററുൽ വജീസ് 13ാമത്തെ വാല്യം 164ാമത്തെ പേജ്. ഹഫ്ള് ഇബ്നു കസീറിന്റെ തഫ്സീറുൽ ഖുർആനിൽ അളീം അതിൽ പറയുന്നു, ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും, യാനി അൽ ആലിഹത്തല്ലതി തദഊനഹാ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ ഉണ്ടല്ലോ, ആ ദൈവങ്ങളെ വിളിച്ചാൽ അവർ കേൾക്കൂല. ലിഅന്നഹാ ജമാദുൻ ലാ അർവാഹ ഫീഹാ, ആത്മാവുകളില്ലാത്ത അചേതന വസ്തുക്കളല്ലേ ഈ ദൈവങ്ങൾ, അവർ കേൾക്കൂല. ഇതാണ് അതിന്റെ അർത്ഥം. എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇതിനെ രേഖപ്പെടുത്തി വെച്ചത് കാണാം. തഫ്സീർ ഇബ്നു ജരീർ ത്വബരിയുടെ ജാമിഉൽ ബയാനിന്റെ 404ാമത്തെ പേജ് 10ാമത്തെ വാല്യത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. യഖൂലു തആല ദിക്റുഹു ഇൻ തദഉ അയ്യുഹന്നാസു ഹാഉലാഇൽ ആലിഹത്തല്ലതി തഅബുദൂനഹാ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളെ വിളി, നിങ്ങളെ പ്രാർത്ഥന കേൾക്കൂല. ഇതാണ് ഇതിന്റെ അർത്ഥം. എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും സഹോദരന്മാരെ ഇതേ ആശയം രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട തഫ്സീർ ഇബ്നു കസീർ മാത്രമല്ല, തഫ്സീർ ഇമാം ഖുർത്തുബി, ഷെയ്ഖ് മുഹമ്മദ് നൂവി അൽ ജാബിയുടെ തഫ്സീറുൽ മുനീർ, അതുപോലെ തന്നെ തഫ്സീറുൽ വാഹിദി, എല്ലാ തഫ്സീറുകളും ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇമാം ഖുർത്തുബി ഒരു കാര്യവും കൂടി രേഖപ്പെടുത്തി വെച്ചു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ ഇൻ തദഊഹും എന്ന് പറഞ്ഞ ലമീർ അത് മടങ്ങാം ഇലൽ മഅബൂദീന മിമ്മാ യഅഖിലു, ബുദ്ധിയുള്ള, വിവേകമുള്ള, ചിന്തിക്കുന്ന ആരാധ്യ വസ്തുക്കളിലേക്കും മടങ്ങാം. അതെ, ഇൻ തദഊഹും, ദൈവങ്ങളാകുന്ന ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ മാത്രമല്ല, പിന്നെയോ ജീവനുള്ള ദൈവങ്ങളെ കുറിച്ചുമാവാം. നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾ വളരെ ദുരുപയോഗം ചെയ്യുന്ന ഒരു ഉദ്ധരണിയാണിത്. എന്താണ്? കണ്ടോ, കൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയാഇ വശയാത്വീനി എന്നൊക്കെ ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അംബിയാക്കൾ, ഇൻ തദഊഹും, അംബിയാക്കളെ വിളിച്ചാൽ കേൾക്കൂല എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ദുരുപയോഗപ്പെടുത്താറുണ്ട്. അല്ല സഹോദരന്മാരെ, ഇമാം ഖുർത്തുബി പറയുന്നത് നോക്കൂ നിങ്ങൾ, സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ ഇലൽ മഅബൂദീന മിമ്മാ യഅഖിലു എന്നാണ്. ബുദ്ധിയുള്ള, ആരാധിക്കപ്പെടുന്ന ദൈവങ്ങൾ, അവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അപ്പൊ ദൈവമാണെന്ന വിശ്വാസത്തോടെ മലക്കുകളെ വിളിക്കുന്ന ആളുകൾ മക്കയിലെ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. അൽ മലായികത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മലക്കുകളെ വിളിക്കുന്നവരുണ്ടായിരുന്നു. വൽ ജിന്നി, ജിന്നുകൾ, ആ ജിന്നുകളെ വിളിക്കുന്നവരുണ്ടായിരുന്നു ദൈവമാണെന്ന വിശ്വാസത്തോടെ. വൽ അംബിയായി, അതുപോലെ ചില പ്രവാചകന്മാർ, അവർ ദൈവപുത്രന്മാരാണ്, മഅബൂദുകളാണ്, ആരാധ്യ വസ്തുക്കളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർക്ക് ആരാധിച്ചിരുന്നവരുണ്ടായിരുന്നു മക്ക മുശ്രിക്കുകളിൽ. നിങ്ങൾക്കറിയില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു, വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ എന്ന് പറയുന്ന പ്രവാചകൻ
ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ച ആളുകൾ ജൂതന്മാരിലുണ്ട്. ആ ജൂതന്മാർ ഉസൈറിനെ വിളിക്കുന്നത് ദൈവവിശ്വാസം വെച്ചുകൊണ്ടാണ്, ദൈവപുത്രനാണെന്ന് കരുതിക്കൊണ്ടാണ്. അതുകൊണ്ട് അത് ശിർക്കാണ്, പാടില്ലാത്തതാണ്. വഖാലത്തുൻ നസാറ അൽ മസീഹു ഇബ്നുല്ലാഹ്, ക്രിസ്ത്യാനികൾ പറഞ്ഞതോ ഈസാ നബി, മസീഹാകുന്ന ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാകുന്നു. ഈ വിശ്വാസത്തോടെയാണ് യേശുവിനെ വിളിക്കുന്നവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തെക്കുറിച്ചാണ് ഇമാം ഖുർത്തുബി പറയുന്നത്. ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ ദൈവങ്ങൾ, ആ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചാൽ ഉത്തരം ചെയ്യൂല, അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയുമില്ല. അത് ഖുർആൻ അസന്നിഗ്ധമായി പഠിപ്പിച്ചതാണ്. എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും രേഖപ്പെടുത്തി വെച്ചതുമാണ്. അതുകൊണ്ട് സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസയെ സഹോദരന്മാരെ, ഈ വിശുദ്ധ ഖുർആനിക വചനങ്ങൾ ദുരുപയോഗപ്പെടുത്തി അവരെ മുശ്രിക്കാക്കാനും കാഫിറാക്കാനും വേണ്ടി നടത്തുന്ന കുൽസിത ശ്രമം അത് വിലപ്പോവുകയില്ല. ആരാധനയാകുന്ന ദുആഇനെ കുറിച്ച്, പ്രാർത്ഥനയെ കുറിച്ചാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും വിശുദ്ധ ഖുർആനിൽ മക്കയിലെ മുശ്രിക്കുകൾ നടത്തിയ ആ പ്രാർത്ഥനയെയും ആരാധനയെയും ദുആഇനെയും പരിചയപ്പെടുത്തുന്നത്. അത് സുന്നികളായ നമ്മുടെ പിരടിയിൽ കെട്ടിവെക്കാൻ ഒരിക്കലും അനുവദിക്കപ്പെടുകയില്ല. എന്തുകൊണ്ട്? നാം ആരാധനയുടെ പരിധിയിൽ പെട്ട പ്രാർത്ഥന, തേട്ടം, അപേക്ഷ അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നേ ഇല്ല. റസൂലുള്ളാഹിക്ക് സമർപ്പിക്കുന്നില്ല, മുഹീദ്ദീൻ ശൈഖിന് സമർപ്പിക്കുന്നില്ല. പിന്നെയോ അവർ ദൈവമാണെന്നോ ദൈവപുത്രന്മാരാണെന്നോ ദൈവ അവതാരമാണെന്നോ വിശ്വസിക്കാതെ അമ്പിയാക്കളും ഔലിയാക്കളും മഹാത്മാക്കൾ അവര് അള്ളാഹുവിന്റെ റസൂലാണ്, വലിയാണ്, അടിമയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ അമ്പിയാക്കളോട് സഹായം ചോദിക്കുന്നത്, ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നത്, റസൂലുള്ളാഹിനെ വിളിക്കുന്നത്, മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത്, ബദരീങ്ങളെ വിളിക്കുന്നത്. അത് അവർക്കുള്ള ആരാധനയുടെ പരിധിയിൽ പെടുന്നതല്ല. അത് അവരെ തഅ്ളീം ചെയ്യലാണ്, അവരെ ബഹുമാനിക്കലാണ്, അവരെ ആദരിക്കലാണ്. അത് പുണ്യകർമ്മമാണ്. അതുകൊണ്ടാണ് ഇസ്തിഗാസ എന്ന് പറയുന്ന സഹായ തേട്ടം പുണ്യകർമ്മമായി തീരുന്നത്. ഇത് സമസ്തയുടെ ആളുകളായ നമ്മൾ മാത്രം ചെയ്യുന്നതല്ല, കേരളത്തിലെ സുന്നികളായ നമ്മൾ മാത്രം ചെയ്യുന്നതല്ല. 14 നൂറ്റാണ്ടിന്റെ മഹിതമായ പാരമ്പര്യമുള്ള പ്രവർത്തനമാണ്. നമ്മുടെ രാജ്യത്ത് നമുക്കറിയില്ലേ, നമ്മൾ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന മങ്കൂസ് മൗലിദ്. ആ മങ്കൂസ് മൗലിദിൽ ഒരു വരിയുണ്ട്, നമുക്കൊക്കെ പരിചിതമാണ്. മുജാഹിദുകളുടെ ഭാഷയിൽ അത് കൊടിയ ശിർക്കാണ് അത്രേ. ഏതാണ് ആ വരി? അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് നാം പറയുന്നു, യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വൽദുൽമി വൽദുഅഫി ശദീദി ഫഅസ്ഇദി. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് നമ്മളെല്ലാവരും പറയുന്നത് എന്താണ്? യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ, നേതാക്കളുടെ നേതാവായ നബിയേ, ഞാനിതാ അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നു നബിയേ, അങ്ങയുടെ സംരക്ഷണം ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ, എന്നെ തങ്ങൾ നിരാകരിക്കരുതേ നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് നാം നടത്തുന്ന ഈ സഹായ തേട്ടം, സഹോദരങ്ങളെ, ഇത് മങ്കൂസ് മൗലിദിൽ ഉണ്ടായി എന്ന കാരണത്താൽ മങ്കൂസ് മൗലിദ് ശിർക്കാണെന്ന് മാത്രമല്ല, അത് ചൊല്ലുന്നവൻ മുശ്രിക്കാണ്. ആ മങ്കൂസ് മൗലിദ് ശിർക്കിന്റെ നൂലാമാലയാണെന്ന് കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തുള്ള ബിദ്അത്തുകാർ, മുജാഹിദുകൾ, അതിനുവേണ്ടി മാത്രം ഇറക്കുന്ന ലഘുലേഖകൾ, കൈപുസ്തകങ്ങൾ നമ്മുടെ രാജ്യത്ത് അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണിത് ശിർക്കാവാനുള്ള കാരണമെന്നോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് നാം സഹായം ചോദിക്കുന്നു എന്നതാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 14 നൂറ്റാണ്ടിന്റെ മഹിതമായ പാരമ്പര്യമെടുത്ത് പരതുമ്പോൾ അവരൊക്കെ തന്നെയും അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു.
സ്വഹാബികൾ പഠിപ്പിച്ച ഇസ്ലാമിക ആശയം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയില്ലേ, മുത്തബിഉസ് സുന്ന എന്ന ഖ്യാതി നേടിയ സ്വഹാബിയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അവരുടെ കാല് കോച്ചി വലിഞ്ഞ് വേദനിച്ച് വിഷമിച്ച് ബുദ്ധിമുട്ടായി പ്രതിസന്ധി ഘട്ടത്തിൽ മഹാനവറുകൾ എന്തു ചെയ്യുന്നു? തൻ്റെ അരികിൽ ആളുകൾ ഒരുമിച്ച് കൂടുകയാണ്. ഫഖാല ലഹു റജുലുൻ, ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് പറയുന്നു, ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈക, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി, ആ വ്യക്തിയെ നിങ്ങൾ വിളിക്കുക. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ലേ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന സ്വഹാബി വര്യൻ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി പോയി വർഷങ്ങൾ പിന്നിട്ടു. റസൂലുള്ളാഹിനെ വിളിക്കുന്നു. ഫഖാല യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, എന്നെ സഹായിക്കണമേ. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീട്ടി വിളിക്കുന്നു. ആരാത് ചെയ്യുന്നത്? സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. സഹോദരന്മാരെ, ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നത് ആരാണ്? ഇമാം ബുഖാരിയാണ്. തന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന ഈ ഗ്രന്ഥത്തിന്റെ 261 പേജിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. കഴിഞ്ഞോ? ഒട്ടേറെ സ്വഹാബികളെ നേരിൽ കണ്ട ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ചു ചോദിക്കുകയാണ്, പറയുകയാണ്, തേടുകയാണ്. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക. ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളുടെ വിശ്രുതമായ അൽ ഖസീദത്തുൻ നുഅ്മാനി എടുത്ത് പരിശോധിച്ചാൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു പറയുന്നു, നേതാക്കളുടെ നേതാവായ നബിയേ, ഞാനിതാ അങ്ങയെ ഉദ്ദേശിച്ചു വന്നിരിക്കുന്നു നബിയേ. അങ്ങയുടെ പൊരുത്തം ഞാൻ കാക്ഷിക്കുന്നു നബിയേ. അങ്ങയുടെ സംരക്ഷണ വലയം എനിക്കുണ്ടാവണേ നബിയേ. മുജാഹിദുകളുടെ ഭാഷയിൽ കൊടിയ ശിർക്കാണ്, തൊട്ടു കാണിക്കാൻ പറ്റുന്ന ശിർക്കാണ്. ലോകത്ത് ഇതിലും വലിയ ശിർക്കില്ലെന്നാണ് അവർ പറയാറുള്ളതെങ്കിൽ ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ മുശ്രിക്കായി പോയോ, കാഫിറായി പോയോ? നാം ചിന്തിക്കേണ്ടതല്ലേ സഹോദരന്മാരെ? കഴിഞ്ഞില്ല. ലോകത്ത് പണ്ഡിതർക്കിടയിൽ തർക്കമില്ലാത്ത മഹാമനീഷിയാണ് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. തൻ്റെ സ്വന്തം ഗ്രന്ഥമാണ് ദീവാൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ റസൂലുള്ളാഹിനെ വിളിച്ചു പറയുന്നു, യാ സയ്യിദർ റസൂലില്ലദീ ഫാഖൽ വറാ ബഅസൻ സമാ കുല്ലൽ വുജൂദി വജൂദാ. മുർസലുകളുടെ നേതാവായ, സൃഷ്ടികളിൽ അത്യുത്തമരായ നബിയേ, ഹാദി ളറാഅതു മുദ്നിബിൻ മുതമസ്സികി ബിവലായികും മിൻ യൗമ കാന വലീദാ. നബിയേ, ഒരുപാട് തെറ്റു ചെയ്തിട്ടുള്ളവനാണ് ഞാൻ. തങ്ങളോട് വളരെ വിനയപുരസ്സരം ആവശ്യപ്പെടുന്നു നബിയേ. എന്താണ് ആവശ്യപ്പെടുന്നതെന്നോ? യർജൂ ബികൽ മഹ് യസ്സഈദ വബഅസഹു ബഅദൽ മമാതിലൻ നഈമി ഷഹീദാ. നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ വിജയശ്രീലാളിതനായി സ്വർഗത്തിലേക്ക് പോകണം നബിയേ. അല്ലാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി, മുജാഹിദുകൾക്ക് കൂടി സ്വീകാര്യനായ പണ്ഡിതൻ, മുജാഹിദുകളുടെ എല്ലാ പുസ്തകങ്ങളിലും ഇദ്ദേഹത്തെ ഉദ്ധരിക്കാറുള്ള പണ്ഡിതനാണ്. ആ മഹാനവറുകൾ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്നുവെങ്കിൽ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, ഇത് ശിർക്കാണോ കുഫ്റാണോ? ഇവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണോ? ഇവർക്ക് തൗഹീദ് അറിയാത്തവരാണോ? മുജാഹിദുകൾ
ഉദ്ധരിക്കുന്ന ആയത്തുകളും ഹദീസുകളും കേൾക്കാത്തവരാണോ, പഠിക്കാത്തവരാണോ ഇവർ? കഴിഞ്ഞില്ല. നോക്ക് നിങ്ങൾ, ഹാഫിള് ഇബ്നു സംലക്കാനി ഖാദിൽ ഖുലാത്ത് മുഹമ്മദ് ബിൻ അലി ബിൻ അബ്ദുൽ വാഹിദ് അൻസാരി, ഹാഫിൾ എന്ന് പറയണമെങ്കിൽ തന്നെ 1,00,000 ഹദീസെങ്കിലും മനപ്പാടമുണ്ടാവണം. അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചു പറയുന്നു തൻ്റെ ഉജാലത്തുർ റാകിബ് ഫീ ദിക്രി അഷ്റഫിൽ മനാഖിബ് എന്ന ഗ്രന്ഥം. റസൂലുള്ളാഹിനെ വിളിച്ചു പറയുന്നത് എന്താണ്? യാ സയ്യിദി യാ റസൂലല്ലാഹി യാ അമലി യാ മൻ അലൂദു ബിഹി ഇൻസല്ലത്തിൽ ഖദമു. എൻ്റെ നേതാവായ പ്രവാചകരായ എൻ്റെ പ്രത്യാശയായ നബിയേ, കാലുകൾ വഴുതി വീഴുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു നബിയേ. ആ ദിവസത്തിൽ എനിക്ക് അഭയം പ്രാപിക്കാനുള്ള നബിയേ. അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് മുജാഹിദുകളുടെ ഭാഷയിൽ കൊടിയ ശിർക്കായ പ്രവർത്തനമല്ലേ ചെയ്യുന്നത്? എന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചു പറയുന്നു, അഷ്കൂ ഇലൈക ദുനൂബൻ അൻത തഅലമുഹാ ഇല്ലം തകുൻ മുദ്രികി ഹഫത്ത് ബിയൻ നിഖമു. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നബിയേ. ആ തെറ്റ് തങ്ങൾക്കറിയാമല്ലോ നബിയേ. തങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണേ നബിയേ. വഫാത്തായ നബി തങ്ങളെ സഹോദരന്മാരെ 800ഓളം വർഷം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു. അവിടുന്ന് പറയുന്നത് എന്താണ്? ഇല്ലം തകുൻ മുദ്രികി ഹഫത്ത് ബിയൻ നിഖമു. തങ്ങൾ എന്നെ പിടിച്ച് രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്നെ ശിക്ഷ വലയം ചെയ്യുമല്ലോ നബിയേ. സഹോദരങ്ങളെ, കഴിഞ്ഞോ 100 കണക്കിന് പണ്ഡിതന്മാര് 14 നൂറ്റാണ്ട് കാലം ജീവിച്ചു പോയ പണ്ഡിത മഹത്തുക്കൾ മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു. അത് ചോദിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇമാം നവവി റഹിമഹുല്ല പണ്ഡിതർക്ക് തർക്കമില്ലാത്ത വ്യക്തിത്വമാണ്. ഹിജറ 676 വഫാത്തായ മഹാവ്യക്തിത്വമാണ്. തൻ്റെ വൈജ്ഞാനിക സേവനത്തിനിടയിൽ വിവാഹം കഴിക്കാൻ വരെ മറന്നുപോയ പണ്ഡിതനാണ്. 600ഓളം ഗ്രന്ഥങ്ങൾ, വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച പണ്ഡിതനല്ലേ. സ്വഹീഹുൽ ബുഖാരി എന്ന വിശ്രുതമായ ഗ്രന്ഥത്തിന് സുപ്രസിദ്ധമായ വ്യാഖ്യാനം രചിക്കുകയാണ് മഹാനവറുകൾ. ആ സന്ദർഭത്തിൽ ഇമാം നവവി തൻ്റെ വ്യാഖ്യാനം തുടങ്ങുന്ന സന്ദർഭത്തിൽ പറയുന്നു, ഞാനിതാ ഈ സ്വഹീഹുൽ ബുഖാരി ശർഹ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. മുസ്തഈനം ബില്ലാഹി മുതവക്കിലൻ അലൈഹി മുഫവ്വിളൻ അംരി ഇലൈഹി. അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടും അല്ലാഹുവിലേക്ക് എല്ലാം അർപ്പിച്ചുകൊണ്ടുമാണ് ഞാൻ ആരംഭിക്കുന്നത്. എന്നിട്ട് നവവി ഇമാം അല്ലാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു. മുസ്തശ്ഫിഅൻ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിനോട് ശഫാഅത്ത് തേടിക്കൊണ്ടുമാണ് ഞാൻ സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതുന്നതെന്ന് വ്യക്തമായി എഴുതി വെച്ച ഇമാം നവവി. സഹോദരന്മാരെ, ഇവർ തൗഹീദ് അറിയാത്തവരാണോ? ഇവർ ശിർക്ക് മനസ്സിലാക്കാത്തവരാണോ? ഇവർ ഖുർആനും സുന്നത്തും പഠിക്കാത്തവരാണോ? ഇവരൊക്കെ മുശ്രിക്കുകളാണോ? നാം ചിന്തിക്കേണ്ടതല്ലേ, മനസ്സിലാക്കേണ്ടതല്ലേ? ഇതേ ഇമാം നവവി തങ്ങൾ തന്നെ തൻ്റെ വിശ്രുതമായ ശറഹുൽ മുഹദ്ദബിൽ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നത് നോക്ക് നിങ്ങൾ. റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ശരീഫിനരികിൽ ചെല്ലണം, അവിടെ സിയാറത്ത് ചെയ്യണം. എന്നിട്ട് എന്തു ചെയ്യണം? ആദ്യം സലാം പറയണം. ആദ്യം അവിടെ റസൂലുള്ളാഹിക്ക് സലാം പറയണം, പിന്നെ സിദ്ദീഖുൽ അക്ബറിന് സലാം പറയണം, ഉമറുൽ ഫാറൂഖിന് സലാം പറയണം. എന്നിട്ട് നവവി ഇമാം പറയുന്നു, സുമ്മ യർജിഉ ഇലാ മൗഖിഫിഹിൽ അവ്വലി, അവൻ ആദ്യം വന്ന് നിന്ന ഭാഗത്തിൽ തന്നെ തിരിച്ചു വരണം. ഖുബാലത വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തോട് മുഖമായി നിന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുഖത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കണം. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നോ? വയതവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി, അല്ലാഹ്
അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് അവൻ തവസ്സുൽ ചെയ്യണം. മുജാഹിദുകൾക്ക് കേൾക്കാൻ പോലും, കേൾക്കുന്നത് പോലും അരോചകമായിട്ടുള്ള കർമ്മമാണ്. തവസ്സുൽ അവൻ റസൂലുള്ളാഹിനെ കൊണ്ട് ചെയ്യണം. വയസ്തശ്ഫിഉ ബിഹി, റസൂലുള്ളാഹി തങ്ങളോട് ശഫാഅത്ത് തേടുകയും വേണം. റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുന്ന വ്യക്തികൾ റസൂലുള്ളാഹി തങ്ങളോട് ശഫാഅത്ത് തേടണമെന്ന്, അത് സുന്നത്താണെന്ന്, പുണ്യകർമ്മമാണെന്ന് ഇമാം നവവി വ്യക്തമായി രേഖപ്പെടുത്തുന്നു. തന്റെ ശറഹുൽ മുഹദ്ദബിന്റെ 274 പേജിൽ 8ാമത്തെ വാള്യത്തിൽ വിശദമായി രേഖപ്പെടുത്തി വെക്കുന്നു. മാത്രമല്ല റസൂലുള്ളാഹി തങ്ങളെ ഇസ്തിഗാസ ചെയ്തുകൊണ്ട്, സഹായം തേടിക്കൊണ്ട്, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാരി യഅ്ളുമുഹു ഫതാബ മിൻ ത്വീബിഹിൻ നൽ ഖാഉ വൽ അകമു നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു എന്ന് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട്, ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കണം, ഇസ്തിഗാസ ചെയ്യണം. അത് പുണ്യകർമ്മമാകുന്നു, അത് സുന്നത്താകുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഇമാം നവവി റഹിമഹുല്ലാഹ്. ലോകത്തുള്ള വിശ്വാസി ലക്ഷങ്ങളോട് മഹാനവറുകൾ ഇത് ഉപദേശിക്കുന്നു, നിർദ്ദേശിക്കുന്നു, സുന്നത്താണെന്ന് പ്രഖ്യാപിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, ഇത് ശിർക്കായിരുന്നെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് എഴുതി വെക്കുമോ? ഇത് ചെയ്യാൻ വേണ്ടി ഇമാം നവവി നിർദ്ദേശിക്കുമോ? മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്ന പരിപാടി. അതുകൊണ്ട് തന്നെ മുസ്ലിം പൂർവീകർ അവരൊക്കെ പഠിപ്പിച്ച ഇസ്ലാമിക ആശയങ്ങൾ, അവരൊക്കെ പഠിപ്പിച്ച ആദർശങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അത് ഉൾക്കൊള്ളുകയും അവരെ പിൻപറ്റി മഹാത്മാക്കളോട് സ്നേഹിച്ച് ബഹുമാനിച്ച് അവരോട് കൂടെ സ്വർഗത്തിൽ പോവുകയും ചെയ്യണം. നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.